വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു, തന്ത്രി ഇതെല്ലാം അറിഞ്ഞതാണ്. പക്ഷെ നിയമപരമായി തന്ത്രിക്ക് ബാധ്യതയില്ല ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ തടയാനോ. പക്ഷെ വിശ്വാസികളുടെ കണ്ണിൽ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം തന്ത്രി അറിഞ്ഞിട്ടും അതെന്തുകൊണ്ട് അത് പറഞ്ഞില്ല, എന്തിന് അത് സമ്മതിച്ചു? എന്തായാലും വിശ്വാസികൾക്ക് ദോഷകരമായ കാര്യം അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ തന്ത്രി കുറ്റക്കാരനല്ല. കാരണം തന്ത്രിക്ക് അതിനുള്ള ബാധ്യതയില്ല. പിന്നെ ഈ പറയുന്നത് ഈ SITക്ക് പറ്റിയ മറ്റൊരു വീഴ്ചയാണ് ഈ പറഞ്ഞത്. ഓരോ വർഷം വീതം താഴമൺ തന്ത്രി കുടുംബത്തിൽ ഇങ്ങനെ തന്ത്രിമാർ മാറിക്കൊണ്ടിരിക്കും ശബരിമലയിൽ. അതുപോലും കണക്കാക്കാതെയാണ് ഈ കുറ്റകൃത്യം നടന്ന പീരീഡ്, ഒരു കേസിൽ ആ കുറ്റകൃത്യം നടന്ന പീരീഡിൽ, അതായത് സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആയിരുന്നില്ല തന്ത്രി. അപ്പോൾ അതുപോലും SIT അന്വേഷിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് നിയമത്തിൻ്റെ കണ്ണിൽ തന്ത്രി രക്ഷപ്പെടും, ഒരു സംശയവുമില്ലാത്ത കാര്യമാണിപ്പോൾ. വിശ്വാസികളുടെ കണ്ണിലോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം മുതൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഈ ചർച്ചയിലും പങ്കെടുക്കുന്നത്. അന്ന് തൊട്ട് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു വരുന്ന ഒരു വാദമുഖമായിരുന്നു, ശബരിമല ക്ഷേത്രത്തിലെ ഒരു തരി സ്വർണമോ ഒരു രൂപയെങ്കിലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ വ്യക്തികൾ ആരായാലും, അത് തന്ത്രി ആയാലും മന്ത്രി ആയാലും, നിയമത്തിന്റെ മുമ്പിൽ അതിന്റെ പ്രോസസ്സിന് വിധേയനാകണം എന്ന ഒരു വാദമുഖമായിരുന്നു ഞങ്ങൾ ഉയർത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ തന്നെയാണ് ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് പിണറായി സർക്കാരിന് അല്ലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിരോധമാണ് ഇതിന്റെ തുടക്കത്തിന്റെ കാരണമെന്ന് വളരെ വ്യക്തമാണ്. തുലാമാസ പൂജകൾ നമുക്കറിയാം. ഈ യുവതീ പ്രവേശനം നടന്ന വർഷത്തെ തുലാമാസ പൂജകൾക്ക് ശേഷം, നട അടച്ചതിന് ശേഷം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനവും പത്തനംതിട്ടയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലും പറഞ്ഞ വാദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് തന്ത്രി. അദ്ദേഹത്തിന്റെ കോന്തലയിൽ കെട്ടിയിട്ട താക്കോൽ ഉണ്ട് എന്നുള്ള കാരണത്താൽ വലിയ ഗർവൊന്നും താങ്കൾ കാണിക്കരുത്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ചവിട്ടി പുറത്താക്കും എന്നുള്ള ഒരു വാദമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ബെയിൽ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട മോഹിത് ജഡ്ജി, എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്, വളരെ നീതിയുക്തനായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസറാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. തന്ത്രി എന്താണ് അഡ്വക്കേറ്റ് രാമൻപിള്ള വഴി ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ അവതരിപ്പിച്ച 2 കാരണങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് തന്നോട് വിരോധമുണ്ട്. എന്താണ് കാരണം? ഒന്ന്, യുവതികളെ പ്രവേശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ശബരിമലയിലെ നട അടച്ചിട്ടും ഭക്തന്മാർക്കും വിശ്വാസികൾക്കും ഒപ്പമാണ് താനെന്ന് പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തേത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ബാറുകൾ സദാ തുറന്നിടുന്നതിലുള്ള ജാഗ്രത കാണിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ശബരിമല തുറന്നിടണമെന്നുള്ള മുഖ്യമന്ത്രി, എന്ന് വെച്ചാൽ കേരള ഖജനാവിനെ നിറയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തിനെ ദിവസവും തുറന്നിടുന്ന ഒരു ബാർ ഹോട്ടലിന് സമാനം മുഖ്യമന്ത്രിയുടെ സങ്കല്പത്തിലുള്ള ബാർ ഹോട്ടൽ സങ്കല്പത്തിലേക്ക് ശബരിമലയെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതിനെ എതിർക്കുകയും ചെയ്തു. ഈ 2 കാരണങ്ങളാലാണ് SIT എന്നെ പ്രതിയാക്കി ഈ കേസിനകത്ത് ഉൾപ്പെടുത്തി 41 ദിവസം ശബരിമലയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്രൂഷ്യലായ ഡേറ്റ് ആണ് 41 ദിവസം. ഈ 41 ദിവസം എന്നെ ജയിലിൽ ഇട്ടതിന്റെ കാരണഭൂതന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തുടക്ക സമയത്തൊക്കെ തന്ത്രിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്ത്രിക്കെതിരെയും അന്വേഷണം വരട്ടെ, തന്ത്രിയെ അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു നിലപാടിലായിരുന്നുവല്ലോ. പെട്ടെന്ന് നിങ്ങൾ ട്രാക്ക് മാറ്റുകയാണോ ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഈ ജാമ്യ ഉത്തരവ് വന്നതിന് ശേഷം? താങ്കൾ വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ പറഞ്ഞെന്താ, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതല്ല, ഈ ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ വ്യക്തി തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികത വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന SIT ഇന്ന് എന്തായി മാറി? വെറും ഇക്കാര്യത്തിൽ പ്രശ്നമില്ലേ? ഇപ്പോൾ താങ്കളുടെ സംഘടന ഇക്കാര്യത്തിൽ പ്രശ്നമില്ലേ? തന്ത്രി അറിഞ്ഞിരുന്നു അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വിവരം. അത് വിശ്വാസികളുടെ വിശ്വാസത്തെ കളങ്കമേൽപ്പിക്കുന്ന ഒന്നാണല്ലോ. കാരണം സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ ഈ സ്വർണ്ണക്കൊള്ള നടന്നത് തന്ത്രിക്ക് അറിയാം, പക്ഷേ നിയമം അനുസരിച്ച് അദ്ദേഹം മിണ്ടാൻ പാടില്ല. അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, അതിനുത്തരം എന്റെ സുഹൃത്തായ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ശ്രീ മഞ്ജുഷ, ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയിലെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ജില്ലാ ജഡ്ജി അവിടെ നിയമിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹവും അവിടെ എല്ലാ മാസപൂജ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ പോകുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടാതിരുന്നത്? 2025 ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ബോധ്യമായിരുന്നു. അദ്ദേഹമാണ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയതും. സ്പെഷ്യൽ കമ്മീഷണറുടെ
കാര്യമല്ല പറയുന്നത്. ജയകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ജഡ്ജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. 2019 ആദ്യ സമയത്ത് ഈ കട്ടളപ്പാളി വിവാദം ഉണ്ടായ സമയത്ത് അവിടുത്തെ ജില്ലാ ജഡ്ജി സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടിരുന്ന മനോജ് എന്ന പേരുള്ള ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്ത് കണ്ടില്ല? അദ്ദേഹം എന്ത് ദേവസ്വം ബോർഡ് വീഴ്ചയാണ്. അക്കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഈ തന്ത്രിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരായിട്ട് തെളിവുകൾ കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ തെളിയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിയമവിധേയമായിട്ട് ആ നടപടികളിൽ കൂടി കടന്നുപോയിട്ട് അദ്ദേഹം നിരപരാധിയോ അല്ലെങ്കിൽ അപരാധിയോ ആണെന്നുള്ള കോടതി വിധിക്കട്ടെ. ഇപ്പോഴും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ 41 ദിവസമായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഈ വിജിലൻസ് കോടതിക്ക് മനസ്സിലായി ഒരു തരിമ്പ് എവിഡൻസ് പോലും ഇദ്ദേഹത്തിനെതിരെ ഇല്ല എന്നുള്ളത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും നമ്മൾ കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ചില ഉത്തരവുകളും അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടുകളും മാത്രം വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. കേസ് ഡയറി ആയിക്കൊള്ളട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന പത്രസമ്മേളനം ഒന്നും ഈ കേസിലില്ല. ഇതൊക്കെ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ മാത്രമുള്ള രേഖകളും മറ്റുമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ തന്ത്രി കുറ്റക്കാരനാണ് എങ്കിൽ അദ്ദേഹം ഈ കേസിൽ കൂടി കടന്നു പോകട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂട്ടുള്ള ഹൈന്ദവ സംഘടനാ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ദിവസം ഞങ്ങൾ തന്ത്രിയെ ന്യായീകരിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? നിങ്ങളിപ്പോൾ വരെയുള്ള അറസ്റ്റിനെ എല്ലാം ന്യായീകരിച്ചു, ഇപ്പോൾ തന്ത്രിയായപ്പോൾ നിങ്ങൾ കളം മാറ്റി ചവിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പറയാവുന്ന കാര്യമാണ്. അല്ലല്ല, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.